പേര് സുശീല. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കുടവട്ടൂരുന്ന. ഭയങ്കര സങ്കടമുണ്ട് ആ മോന്റെ കാര്യത്തില്. കാര്യം നാളെ ഒരു നല്ല, അതായത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ നല്ല സാധാരണ ജനങ്ങളോട് നല്ല സ്നേഹത്തോടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പയ്യന്. അതിന്റെ ഒരുപാട് ഈ ചാനൽ ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ വേണ്ടാധീനം കാണിച്ച് ഭരിക്കുന്നവരെ തന്നെ പ്രതികരിക്കാനും നാളെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു അധികാര സ്ഥാനത്തെത്താനും എല്ലാം നല്ല കഴിവുള്ള ഒരു പയ്യനാ. പക്ഷെ അതിന്റെ രക്ഷ കണ്ടിട്ട് അതിന്റെ ശത്രുക്കളാണ് ഇത്രയും പണി കൊടുത്തിരിക്കുന്നതെന്ന് അന്ന് മുതൽ നമ്മളിത് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴ് ഇത്രയും ആധുനിക ചികിത്സാ രീതികളും കാര്യങ്ങളും വികസനങ്ങളും എല്ലാം ഉള്ള ഈ നമ്മുടെ കേരളത്തില് ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആളെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? അതിന് ഇത്രയും നല്ലൊരു സ്ഥാനം, ആ നല്ല ഒരു ഭാവിയുള്ള പയ്യന്റെ ജീവിതം തകർക്കുന്നതിൽ സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നുന്നു. അപ്പം പല അനുഭവങ്ങൾ വിരോധമുള്ളവര് ആവശ്യങ്ങൾ രക്ഷപ്പെടുന്നത് കാണുമ്പം അസൂയുള്ളവർ ഇതല്ലതിനപ്പുറവും ഉണ്ടാക്കും. അതുകൊണ്ട് നല്ല സപ്പോർട്ട് കൊടുത്ത് ആ പയ്യനെ രക്ഷപ്പെടുത്തണം എന്ന് പറയാൻ വിളിച്ചത്. അയ്യോ, ഈ സംഭവം അറിഞ്ഞിടം മുതലേ ഉമ്മൻചാണ്ടി സാറിന്റെ അന്നത്തെ സംഭവം മുതൽ ഇങ്ങോട്ട് ചിന്തിക്കും. സത്യത്തെ എനിക്ക് ഈ ഫോൺ ഇതൊന്നും വർക്ക് ചെയ്യാൻ പോലും അറിയത്തില്ല. വാട്സപ്പോ ഫേസ്ബുക്കോ അതൊന്നും അറിയത്തില്ല. അത്രയ്ക്കുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല. എങ്കിലും പക്ഷെ ഞാൻ ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കും. ഒരു കോൺഗ്രസ് അനുഭാവിയാ. പാർട്ടി പ്രവർത്തനത്തിനൊന്നും പോകത്തില്ല. പക്ഷെ നമ്മുടെ ഭരണവും പ്രതിപക്ഷ രീതികളും എല്ലാം ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ ഈ പയ്യന്റെ സംഭവം മുതൽ ഭയങ്കര സത്യം പറഞ്ഞ ഉറക്കം. അമ്മയ്ക്ക് ഇനിയും തോന്നുന്നുണ്ടോ ഈ ഇതുപോലൊരു പാവത്തെ ഇവന്മാർ ഇതുപോലെ ഒതുക്കിയിട്ട് ഇനി ഇവന്മാർക്ക് ഭരണത്തിൽ ജനങ്ങൾ കയറ്റുമോ? ഇനി വരുമോ? കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുമോ? ഇവിടെ പിടിച്ചു നിൽക്കണം. ഈ ഒരു പ്രതിസന്ധി പിടിച്ചു നിൽക്കണം. ഓക്കെ, അത് രാഹുലിന്റെ കാര്യം. ഇവന്മാർ രാഹുലിനെ നശിപ്പിച്ച ഇവന്മാർ കോൺഗ്രസ്സുകാർ ഇനി വോട്ട് കൊടുക്കുമോ ഇത്തവണ? അല്ല, അത് ഉമ്മൻചാണ്ടി സാറിനെയും അന്ന് നിരപരാധിയായ അത്രയും നല്ലൊരു ഭരണാധികാരിക്ക് വെറും ഒരു നീചം പിടിച്ച ഒരു സ്ത്രീയുടെ തലയും വെട്ടിവെച്ചുകൊണ്ട് ഈ ചാനലുകാരെല്ലാം ആഘോഷിച്ച സമയത്ത് അതിനു പോലും കൂട്ടുനിന്നവരുണ്ട് കോൺഗ്രസില്. അതാ പറഞ്ഞ ആ പണി തന്നെയല്ലേ ഇപ്പം ഇവരിത് ചെയ്തേക്കുന്നത്. അന്നേരം ഇവന്മാരെ വീണ്ടും ജനങ്ങൾ ജയിപ്പിക്കുമെന്നാ ഞാൻ ചോദിക്കുന്നത്. ജയിപ്പിച്ചില്ലെങ്കിൽ ഈ നാട് പോയി, കേരളം പോയി. അല്ല, ഇത് ഇത്രയും കുഴിപ്പുളവന്മാര് കൂടെ നിൽക്കുന്നവന്മാരെ പോലും ഇപ്പോൾ തന്നെ ഈ വെട്ടി കൊല്ലാൻ നിൽക്കുന്ന ഇവനൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഭരണം കിട്ടുകയുമ്പോ ഇവന്റെ അവസ്ഥ എന്താവും? ഈ പയ്യൻ ഒരു നല്ല ആക്റ്റീവ് ഉള്ള ഒരു പയ്യൻ. ഇതൊക്കെ മുന്നിട്ട് ഇറങ്ങിയതിനൊക്കെയാണല്ലോ കോൺഗ്രസ് കത്തിരുന്നല്ലേ. ഈ പയ്യന്മാരൊക്കെ ഇറങ്ങി നല്ല ആക്റ്റീവ് ആയതിന് ശേഷമല്ലേ കോൺഗ്രസിന് മാറ്റം വന്നത്. ഇതിന്റെ ഒരു ഭയങ്കര സമര പോരാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചാനൽ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. പോട്ടെ, ആ ഇലക്ഷൻ സമയത്ത് ഇതിനെ എന്തെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിച്ച്. പക്ഷെ ഈ ഒരു ഇത് വന്നപ്പം പാർട്ടിക്കൊന്നും ചെയ്യാൻ വയ്യ. എങ്കിലും പെട്ടെന്നുള്ള ആ ഒരു ഇത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മറിച്ച് പിണറായി വിജയൻ കാണിക്കുന്നോണം ഒരു കരുത്ത് കാണിക്കാൻ ഇതിനകത്ത് ആരും ഇല്ലാതെ പോയി. ഇങ്ങനെയുള്ളൊരു ശേഷിയില്ലാത്തവന്മാരെ ജനങ്ങൾക്ക് വേണോ? കൂടെ ഉള്ളവരെ താങ്ങി നിർത്താനായിട്ടുള്ള ഒരു ഇത് എന്തായാലും ആ പയ്യൻ ഇതാണ് കൂടെ നിൽക്കുന്നവനെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റാത്ത, കൂടെ നിൽക്കുന്നവന്റെ കുതികാല് വെട്ടുന്ന ഇവന്മാരെ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കൃത്രിമമാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവനൊരു ചെറുപ്പക്കാരൻ പയ്യനില്ലേ, ഇതെല്ലാം അല്ല, ഇത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് കൃത്രിമമാണോ അല്ലയോ എന്നുള്ളതാണ്. ഇത് തെറ്റുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ആരും അതിന് എതിര് പറയുന്നില്ല. ഇതിന് പരാതിക്കാരുണ്ടോ? പക്ഷേ നേരത്തെ ഞാൻ കേട്ട സ്ത്രീകളും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പക്ഷെ ഇന്നിവിടെ ആൺപിള്ളേർ വളർന്നു വരുന്ന നല്ലൊരു തലമുറ, അതല്ലേ മറ്റു രാജ്യങ്ങൾ തേടി പോകുന്നത്. ഇവിടെ കൊള്ളരുതാത്തവരുണ്ട്, സത്യം നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ വളർന്നു വരുന്ന നല്ലൊരു തലമുറയ്ക്ക് ഒരു അംഗീകാരമേ ഇല്ലാത്തൊരവസ്ഥയിൽ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ആവരുത്. തുല്യനീതി എന്ന് പറയുന്നിടത്ത് തുല്യനീതി തന്നെ വേണം. ഈ പയ്യന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടണം. അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷ അനുഭവിച്ചോട്ടെ. അവനൊരു തിരുത്തൽ ആവശ്യമാണ്. അന്ന് വെച്ചോ, എങ്കിലും ഇത്രയും കടുത്ത കൈ കൊടുത്ത് അതിനെ പുറത്താക്കി ജന്മം പാഴാക്കിക്കൂടാ. ഭയങ്കര കഷ്ടം. അതൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് അതിനും ഒരു അമ്മയില്ലേ, ആ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും.
രാഹുലിന്റെ പ്രശ്നം മുതൽ സത്യത്തിൽ ഉറക്കം വരുന്നില്ലാത്ത ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ട്. അയ്യോ, നല്ല രീതിയിൽ രക്ഷപ്പെട്ട നാടിന് വേണ്ടി, സാധാരണ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള. ഇപ്പൊ ഇത്രയും കൂട്ടത്തോടെ വന്നപ്പോഴത്തേ ഇവൻ അതിനൊന്നും സമയമില്ല, ഇവൻ അനാവശ്യത്തിന് നടക്കുവാന്നുള്ള ഒരിതങ്ങ് ആയല്ലോ. പക്ഷെ തീർത്തും അവൻ കഠിനാധ്വാനം ചെയ്തിട്ട് അവൻ ഇത്രയായത്. അല്ലാതെ കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ടൊന്നും വരാൻ പറ്റൂല. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക ചാനല്. രാഹുൽ ഒരു തെറ്റുകാരനുമല്ല. ഇതിന്റെ ഉത്തരവാദിത്തം എല്ലാം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ പ്രതിപക്ഷ നേതാവ് പഴം പിണറായിക്ക് കൊടുത്തിട്ട് തൊലി തിന്നുന്ന സതീശനാണ്. മുഖ്യമന്ത്രി രമേശ് ആകണം, മുഖ്യമന്ത്രി സതീശനാകണം, മുഖ്യമന്ത്രി വേണുഗോപാലാണോ? മുഖ്യമന്ത്രി ആകാൻ പോകുന്ന രാഹുലാണ്. ആഭ്യന്തരമന്ത്രി ധനകാര്യമന്ത്രിയാകുന്ന ഷാഫിഖ് പറമ്പിലാണ്. ഇത് കുഴി കാലി വെട്ടിയ ഈ സതീശനും ഈ പിണറായിയും രമേശും വേണുഗോപാലും ചേർന്നിട്ട് ഈ ഉന്നത പദവിയിൽ ഈ കേരളം ഭരിക്കേണ്ട ഈ രാഹുലിനെയും ഷാഫിഖ് പറമ്പിനെ വെട്ടിയത് ഈ സതീശൻ ഒറ്റ വ്യക്തിയാണ്. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരു അർഹതയും ഇല്ല. ഞാനൊരു BJP പ്രവർത്തന ബൂത്ത് പ്രസിഡന്റാ, BJPക്കാരനാ. വളർന്നു വേണ്ട കേരളത്തിന് ഉന്നത പദവിയിൽ എത്തിക്കേണ്ട ഒരു ചെറുപ്പക്കാരനാ ഈ ഷാഫിഖ് പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ മകനും ഈ രാഹുൽ മാങ്കുട്ടത്തും. ഞാൻ BJPയിലെ കോൺഗ്രസിലായിരുന്നു ആദ്യമേ, വാർഡിന്റെ സെക്രട്ടറി. ഇന്ന് ഞാൻ ബൂത്തിന്റെ ഇൻചാർജാ, BJP പ്രവർത്തനാണ്. ഇത് കുഴി കാലി വെട്ടിയ ഈ സതീശനും ഈ രമേശും വേണുഗോപാലും ഈ ഗ്രൂപ്പ് കളിയാണ്. ഇതിന്റെ ഒന്നാമത്തെ പ്രതി സതീശനാണ്. പഴം പിണറായിക്ക് കൊടുത്തിട്ട് തൊലി തിരുന്ന സതീശനാണ്. ഈ സതീശനാണ് ഇതിന്റെ മെയിൻ ഉത്തരവാദിത്യം. ഉത്തരവാദിത്വം മൊത്തം. ഒരു സെക്കൻഡ്. ഈ BJP പ്രവർത്തകനാണെങ്കിലും നിങ്ങൾ രാഹുൽ മാങ്കുട്ടത്തെ നിങ്ങളെപ്പോലുള്ള ആളുകൾ BJPക്കാരും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കേരളം വന്നെങ്കിൽ ഈ രാഹുലും ഷാഫിഖ് പറമ്പിലും ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ വന്നാണ് ഈ നാളെ ഈ കേരളം അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. രാഹുൽ നായരാ, രമേശ് നായരാ, സതീശൻ നായരാ, മറ്റേത് ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടി ഉമ്മൻ ക്രിസ്ത്യാനിയാ. ഇതെല്ലാം എന്താ നാട്ടിൽ കേരളത്തിൽ നടക്കുന്നത്? ഇതെല്ലാം കള്ളക്കത്ത്. സതീശൻ മുഖ്യമന്ത്രി ആകത്തില്ല, തോപ്പിക്കും നാട്ടുകാര്. കോൺഗ്രസ് ഇപ്പൊ ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുക. രമേശിനും തോപ്പിക്കും, വേണുഗോപാലിനും തോപ്പിക്കും ആലപ്പുഴ, ഈ സതീശനും തോപ്പിക്കും പറവൂരില്ല, രമേശിനെ ഹരിപ്പാട് തോപ്പിക്കും. വേണുഗോപാൽ എവിടെ നിൽക്കുന്നേ? ആലപ്പുഴ അയാളും തോപ്പിക്കും. ഈ ചെറുപ്പക്കാർ വളർന്നു കഴിഞ്ഞാലേ നമ്മളെ ഈ നാട് വളർന്നു പോകാൻ പറ്റത്തുള്ളൂ. സാറിന്റെ ചാനൽ ഏറ്റവും നല്ല ചാനലാ. നല്ല അഭിപ്രായങ്ങളായി സ്ത്രീകൾ പറഞ്ഞെല്ലാം കേട്ടോണ്ടിരുന്നത്. എത്ര കോൺഗ്രസ്സുകാരും മറ്റാൾക്കാർ പറഞ്ഞു ഇതെല്ലാം സത്യം നടക്കുന്ന നാട്ടില. ഇത് ഭരണമാണ് നടന്നത്. നേർവാഴ്ചകള് പണ്ടുണ്ട്. പാളത്തൂര് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് പ്രേമിച്ചെടുത്തേക്ക് അത് നടക്കാൻ സ്വാഭാവിക. അതൊക്കെ നടക്കേണ്ട കാലത്ത് നടക്കും. 10 വർഷം കഴിഞ്ഞ് 15 വർഷം എന്താ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നവരെ എത്ര ശശിയുണ്ട്, കടകംപള്ളി സുരേഷുണ്ട്, തോമസ് ഐസക് ഉണ്ട്, മുകേഷ് ഉണ്ട്. ഇവനൊക്കെ എന്താ അരിശയത്തെ? നിയമമില്ലയോ? ആരും ഭരിച്ചോട്ടെ. ഭരണഘടനയും നിയമവും നിയമത്തിന്റെ വഴിക്ക് വേണം. രാഹുലിനൊരു നിയമവും മുകേഷിനൊരു നിയമവും ശശിക്കൊരു നിയമവും മറ്റേ ശശിക്ക് ഒരു നിയമവും അങ്ങനെ ഉണ്ടോ ഇവിടെ എവിടെങ്കിലും? എൻ്റെ പേര് അബ്ദുൾ റഹ്മാൻ, തൃശ്ശൂർ കുന്നംകുളത്ത്. ചുരുക്കി പറയാം, ഞാൻ പറയണമെങ്കിൽ കുറെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിലേക്ക് വിളിക്കുന്നത് എൻ്റെ ലൈഫിൽ. ഞാൻ ഇത് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ രാഹുലിന്റെ കാര്യം കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഇത്രയും നല്ലൊരു നേതാവിനെ വെറുതെ കരി വാരി തേച്ച് എങ്ങനെയാണ് ഇല്ലാണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ കോൺഗ്രസിന്റെ ആൾക്കാരെ നോക്കുന്നത്. ഞാൻ ജനിച്ചു വീണത് തന്നെ കോൺഗ്രസിലേക്കാണ്. എൻ്റെ ലൈഫ് മുഴുവൻ കോൺഗ്രസ്സാണ്. എൻ്റെ ഫാദറിന്റെ അനുജൻ AICC മെമ്പറായിരുന്നു. നിങ്ങൾ പറഞ്ഞാലൊക്കെ അറിയണ ആളാണ്. അത്ര തൃശ്ശൂർ ഡിസ്ട്രിക്ട് DCC പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആളാണ് എൻ്റെ ഫാദറിന്റെ അനുജൻ. അങ്ങനെയുള്ള ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അത്രയും കോൺഗ്രസിന് വേണ്ടി ഇതാണ്. അപ്പൊ ഇത്രയും നല്ലൊരു നേതാവ് തന്നെ ഷാഫി പറമ്പിൽ, മറ്റേ നമ്മളെ ചാണ്ടി ഉമ്മൻ, ഇങ്ങനെയുള്ള യുവ നേതാക്കന്മാർ വരുന്നതിന് ഇവരില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ ഹാഷിമിയൊക്കെ വന്നിരുന്നിട്ട് എത്ര മോശമായിട്ടാണ് സംസാരിക്കണമെന്ന്
വേറൊരു തടിച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുക. എനിക്ക് ആളെ ശരിക്കും വ്യക്തമായിട്ട് എന്താ BJP അതന്നെ മറ്റേ എന്താണെന്ന് മനസ്സിലായി. എത്ര മോശമായിട്ട് പറയുന്നത്. ഇവർക്കൊരു കേസ് ഒന്നും കിട്ടിയിട്ടില്ല. വെറുതെ ഒരാളെ കരിവാരി തേച്ചും കൊണ്ട് ഇല്ലാണ്ടാക്കുക, അയാളുടെ ലൈഫ് കംപ്ലീറ്റ് ഇതാക്കുക. ഒരു പെണ്ണ് എന്തേലും വന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇത്രയും അധികം ഇതാക്കണ്ട. MLA സ്ഥാനം രാജിവെക്കുക. എന്തിന് രാജിവെക്കുന്നത്? ഒരാവശ്യമില്ല. നമ്മളെ ഈ ഞാനൊക്കെ മറ്റേ സതീഷ് സാറിനൊക്കെ നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി അടക്കം ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ചാനലിൽ സംസാരിക്കുന്നത്. വരുന്നുണ്ട് ഞാനിനി സൗകര്യത്തിൽ ഞാൻ സാറിനെ വിളിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുഴുവൻ പറഞ്ഞുതരാം. നമ്മളെ കോൺഗ്രസ് ആയിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നിർത്തുന്നതിന് പകരം നമ്മളുടെ ഇപ്പൊ നമ്മൾക്ക് നല്ല ഒരു ഇതിൽ കോൺഗ്രസ് വരേണ്ട ടൈമിൽ ഇവര് ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടാക്കുകയാണ്. എന്താ ചെയ്യുക? സാറേ, ഞാൻ കട്ടപ്പന എന്ന് വിളിക്കുന്നു. ഇടുക്കി ജില്ലയിൽ കട്ടപ്പന. എൻ്റെ പേര് ജോണി എന്നാണ്. ഒഫീഷ്യൽ സെയിം നെയിം ജോൺ വറീസ് എന്നാണ്. എൻ്റെ സാറേ, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ കേട്ടിട്ട് തല പെരുത്തു പോവുകയാണ്. ഇത്ര നാണംകെട്ട ഒരു ഭരണം ഈ രാജ്യത്ത് 9 വർഷമായിട്ട് നടത്തിയിട്ടും ഈ VD സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവെന്ന് ഇവനെ VD ചതീച്ചൻ, ഇവൻ ചതിയനാണ്. ഇവനെ അങ്ങനെയാണ് വിളിക്കേണ്ടത്. ഇവൻ എന്നിട്ടിപ്പോൾ ആ വളർന്നു വരുന്ന ആ ചെറുക്കനെ നശിപ്പിക്കാൻ വേണ്ടി ഇവനെടുത്ത ചില കളികൾ ഇത് നമുക്കറിയാവുന്നതല്ലേ. ഉമ്മൻചാണ്ടി സാറിനെ നശിപ്പിക്കാൻ ഈ ഇടതുപക്ഷം ഈ കളിയെല്ലാം കളിച്ചപ്പോൾ അതിന് മുൻപന്തിയിൽ നിന്നവൻ ഇവൻ പുറകിൽ കൂടെ നിന്ന് ഇവൻ അതിന് വേണ്ടി വേണ്ട സകലതും ചെയ്തു കൊടുത്ത ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇവൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് ഇവൻ കളിക്കുന്നത്. ഇപ്പൊ ചെന്നിത്തല കയറും, ഇവന് കയറണം. ഇങ്ങനെ പലരാ ഇതിനകത്ത് കിടന്ന് വടം വലിക്കുന്നത്. ഈ വടംവലി കാരണമല്ല ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു ഭരണം ഇവിടെ നടന്നിട്ട് ഇതിനെ ഒന്ന് പ്രതികരിക്കാനോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാനോ ഇവനെ കൊണ്ട് കഴിയുന്നില്ല. ഇവനെ പ്രതിപക്ഷ നേതാവ് ആക്കിയത് തന്നെയാണ് ഏറ്റവും വലിയ കഷ്ടകാലം ഈ കേരളത്തിലെ ജനങ്ങളുടെ. ഇതുപോലെ ഒരു വൃത്തികെട്ടവൻ ഈ ഭൂമുഖത്തില്ല. ഇവന്റെ ജീവിതത്തിൽ ഇവൻ മുഖ്യമന്ത്രിയാകാനും പോകുന്നില്ല. ഇവനെ ആക്കരുത്. അവൻ ഇനി ഒരു MLA ആയിട്ട് നിയമസഭയുടെ പടി ഔട്ടുവോ? ഇവനെ നാട്ടുകാർ ഇവനെ എറിഞ്ഞ് ഓടിക്കണം. കോൺഗ്രസ് സാറേ, ഞാൻ 68 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ കുടുംബപരമായിട്ട് തന്നെ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം കോൺഗ്രസ് വോട്ട് ചെയ്യണമെങ്കിൽ നല്ല നേതാക്കന്മാർ വേണം. ഈ പടുക്കിളവന്മാർ എല്ലാത്തിനെയും അടിച്ചോടിക്കണം. ഇവനൊക്കെ കോൺഗ്രസിന്റെ നന്മ അനുഭവിച്ച് ജനങ്ങളുടെ എല്ലാം ഊറ്റി കുടിച്ചേക്ക് ഇവനൊക്കെ വീണ്ടും മുഖ്യമന്ത്രിയാണ്. ഇവനൊക്കെ വീണ്ടും തലപ്പത്ത് വരണം. ചെറുപ്പക്കാർ പിള്ളേർ വളർന്നു വരട്ടെ സാറേ. ചെറുപ്പക്കാർ പിള്ളേർ വളർന്നാലേ നാളത്തെ ഭാവി വാഗ്ദാനം ആവുകയുള്ളൂ. ഇവനൊക്കെ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും? ചെറുപ്പക്കാർ പിള്ളേർ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നല്ല കഴിവുള്ള ഒരു പയ്യൻ. ആ പയ്യന്റെ ചില മെസ്സേജൊക്കെ ഞാൻ നേരിട്ട് കണ്ടു കേട്ടിട്ടുള്ള. ഇത്ര കഴിവുള്ള മിടുക്കൻ അവനെ നശിപ്പിച്ചതാ. ഇവനെതിരെ വാർത്തയും കൊണ്ടൊന്നാകുന്ന ആ പെണ്ണെന്തിയെ? അവക്ക് കുഴപ്പമൊന്നുമില്ലേ? ഞാൻ 30 വർഷം സൗദി അറേബ്യ ജോലി ചെയ്തവന്. എനിക്ക് ആ രാജ്യത്തെ കാര്യങ്ങൾ അറിയാം. അവിടെ പെണ്ണും ആണും ഒരുപോലെ ശിക്ഷയ്ക്ക് അർഹരായി എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ. ഇവിടെ എന്തോ പെണ്ണിന് ഒരു കുഴപ്പമില്ല. പെണ്ണിനെ അങ്ങ് വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല. ഇതാ പ്രശ്നം. ഇവിടെ ഇപ്പം ജനങ്ങളില്ല സാറേ. ജനങ്ങളില്ല, അതാ സംഭവം. എല്ലാം ഓരോ പാർട്ടിയുടെ കൊടുക്കീഴില്ല. പിന്നെ എവിടെ ജനമിരിക്കുന്നു? നമ്മളെപ്പോലെയുള്ള 1 or 2 ആൾക്കാർ ഇതുപോലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആര് കേൾക്കാൻ? ആരോട് പറയാൻ? ഈ 9 വർഷം ഈ പിണറായി വിജയൻ ചെയ്ത ഭരണം, നമ്മൾ അതിൻ്റെ ആ വിശദീകരണത്തിലേക്ക് ഒന്നും പോകുന്നില്ല. അതൊക്കെ അവരുടെ കഴിവാണ്. അവർ കക്കുവോ മുടിക്കുവോ മോട്ടിക്കുവോ സ്വർണം കടത്തുവോ എന്തെങ്കിലും ചെയ്തോട്ടെ, അത് അവരുടെ കഴിവാണ്. നിങ്ങളത് വെളിച്ചത്ത് കൊണ്ടുവരാനാണ് നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചങ്ങോട്ട് വിട്ടത്. നിങ്ങൾ അക്ഷരം മിണ്ടുന്നുണ്ടോ? ഇവൻ അവിടെ നിന്ന് 2 ഡയലോഗ് അടിച്ചു, പിണറായിയെ ഞെട്ടിച്ചു. പിണറായി ഞെട്ടണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അപ്പൂപ്പൻ വന്നാലും പിണറായി ഞെട്ടുന്നവനല്ല. അദ്ദേഹം കഴിവുള്ളവനാണ്. നല്ല മുഖ്യമന്ത്രിയാണ് പിണറായി. എനിക്ക് പുള്ളിയെക്കുറിച്ച് ഒരു പരാതിയില്ല. കാരണം പുള്ളി കഴിവുള്ളവനാണ്. കാരണം പുള്ളിക്ക് കക്കാനോ മൂട്ടിക്കാനോ ഭരിക്കാനോ ഒക്കെ പുള്ളിക്കറിയാം. ആ കഴിവാണ് വേണ്ടത്. ആ കഴിവ് ഈ വൃത്തികെട്ടവനില്ലാതെ പോയി. നമ്മളൊക്കെ കോൺഗ്രസ്സുകാരായതുകൊണ്ടല്ല സാറേ, രോക്ഷം കൊണ്ട് പറഞ്ഞു പോവുക. ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. ആ വളർന്നു വരുന്ന ചെറുക്കനെ ഇവൻ നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവനെ? ഈ ഇടതുപക്ഷത്തുള്ള എത്ര മന്ത്രിമാരെ കുറിച്ചും MLA കുറിച്ചും പരാതികൾ കിടക്കും. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നാളെ ഇനി ഇതിന്റെ പേരിൽ എന്റെ പേരിൽ ആരും പ്രശ്നം കൊണ്ടുവരണ്ട. ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അല്ല വേണ്ടത്. കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി നിന്ന് നല്ല കഴിവുള്ള ചെറുപ്പക്കാരെ നിർത്തി വിജയിപ്പിച്ചെടുത്ത് നല്ല വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുക. ഇവന്മാരെ പോലുള്ളവന്മാർ ഇത് ഉള്ളതും കൂടി ഇല്ലാതാക്കും. ഇതൊക്കെ ഇവിടെ സംഭവിക്കുകയുള്ളൂ. ഇത് ചോദിക്കാനും പറയാനും ഒരു വ്യക്തികളുമില്ല. ആരെങ്കിലും ചോദിച്ചു പോയെങ്കിൽ അവനെ ഒറ്റപ്പെടുത്തും, അല്ലെ അവനെ BJP-കാരനാക്കും, അല്ലെ അവനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കും. ഈ രാഹുൽ ചെയ്യണം. ഞാനായിരുന്നെങ്കിൽ സാറേ, ഞാൻ സത്യം കൂടെ പറഞ്ഞോട്ടെ, ഞാനായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ നേരെ പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞു, സാറേ
ഞാൻ എൻ്റെ MLA സ്ഥാനത്തോടു കൂടി നിങ്ങളുടെ പാർട്ടിയിലോട്ട് ചേരുക എന്നൊരു വാക്ക് പറഞ്ഞതിനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മാറി അവരെനിക്ക് നല്ല പൂമാലയിട്ട് എന്നെ സ്വീകരിക്കുമായിരുന്നു. അതായിരുന്നു ഇപ്പൊ ഈ ചെറുക്കൻ ചെയ്യേണ്ടത്. ഇവന്റെ ഒന്നും ഈ ക്വാളിറ്റി മനസ്സിലാക്കുന്നില്ല. ഈ ചെറുക്കൻ വളർന്നു വന്നാലേ ഇവൻ നാളത്തെ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാ. ഇവൻ അത്ര കഴിവുള്ളവനാ, മിടുക്കൻ ചെറുക്കനാ. വിദ്യാഭ്യാസം അറിയും. അവനൊക്കെ ഇരുന്ന് ഗ്രഹപാഠം ചെയ്യുന്നുണ്ട്. ഇവനൊക്കെ ഗ്രഹപാഠം അല്ല ചെയ്യുന്നത്. ഇവനൊക്കെ വീട്ടിൽ പോയിരുന്ന് വേറെ വല്ല കഥകൾ വായിക്കും. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവനൊക്കെ ഇവനൊക്കെ വല്ല സത്യസന്ധമായിട്ട് ജീവിക്കുന്നവനാണോ? ഒന്നുമല്ല. ഇവന്റെയൊക്കെ പേരിൽ 100 മണ്ഡലത്തിലെ ആ സ്ത്രീകളൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ഇവന്റെയൊക്കെ പേരിൽ 100 ആൾക്കാർ അയക്കാൻ ആൾക്കാരും ഉണ്ട് താനും. അതൊക്കെ പൊതിഞ്ഞ് ജനം ക്ഷമിക്കുക. പോട്ടെ, ഈ വൃത്തികെട്ട ഭരണത്തിൽ നിന്നും മനുഷ്യൻ എങ്ങനെയും ഒന്ന് കരകയറണമെന്ന് ഓർത്ത് ആഗ്രഹിച്ചിരിക്കുക. ഓരോ ദിവസവും കറണ്ട് കാശ് എങ്ങനെ കൂട്ടാമെന്നവന്മാർ കൂലങ്കഷമായി പഠനം നടത്തി അതിന് പ്രത്യേക കമ്മീഷനെ വെച്ചുകൊണ്ടിരിക്കുന്നു. വാട്ടർ സപ്ലൈയുടെ ബില്ല് കൂടുന്നു, സകലത്തിനും വില കയറുന്നു. പെട്രോളിനാണെങ്കിൽ 106 രൂപ GSTയുടെ കീഴിൽ കൊണ്ടുവന്നു. എനിക്ക് രാഷ്ട്രീയമൊന്നും അറിയത്തില്ല, എങ്കിലും പറയുക, GSTയുടെ കീഴിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടൊന്നും കൊണ്ടുവരത്തില്ല. 2 രൂപ സെസ് മേടിച്ചു നമ്മളോട് പെൻഷൻ, വിധവ പെൻഷൻ കൊടുക്കാനാണെന്നോ വാർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ, അതൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇലക്ഷൻ വരെ അടുക്കാറാകുമ്പോഴത്തേന് ഇപ്പൊ ഓണത്തിന് കിറ്റും ഒക്കെ ആയിട്ട് വന്ന അവന്മാരെ 3ാം പ്രാവശ്യം അവർ തന്നെ ജയിക്കാൻ പോകുന്നുള്ളൂ. അതേ അതിന്റെ കാര്യമുള്ളൂ. ഇതൊക്കെ സംഭവിക്കുള്ളൂ സാറേ. എന്ത് ചെയ്യാനാ? നമ്മുടെയൊക്കെ ദുർവിധിയും കഷ്ടകാലവും ഒന്ന് മാത്രം ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി പ്രസ്ഥാനമൊക്കെ ആയ കാലത്ത് നല്ലതായിരുന്നു. അതിനൊക്കെ ഒത്തിരി ആൾക്കാർ, ഉമ്മൻചാണ്ടി സാറും അതുപോലുള്ള വേണ്ടപ്പെട്ട ഒത്തിരി നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിൽ. കരുണാകരൻ സാറായി ഇങ്ങനെയൊക്കെ എത്ര പേരുണ്ടായിരുന്നു. അവരെല്ലാം തള്ളി മാറ്റി ഇവനാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു മിടുക്കനായിട്ട് വന്നിരിക്കുന്നത്. ഇവൻ ഏതെങ്കിലും സ്റ്റേജിലൊക്കെ പ്രസംഗിക്കാൻ കയറുമ്പോൾ ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അവൻ 2-3 ബൈബിൾ വചനമൊക്കെ പറയും. ഇടാ നിനക്ക് ഇതുപോലെ, അത് ആത്മാർത്ഥതയുടെ പേരിലൊന്നും അല്ല, അത് വേറെ ആമ്പിള്ളാർ കൊടുക്കുന്നതാ. PR ഏജൻസിയിൽ കൊടുക്കുന്നത് എടുത്ത് വന്ന് പറയുന്ന ഇത് ആളുകൾക്കറിയത്തില്ല, പാവപ്പെട്ട ആളുകൾക്കറിയത്തില്ല. അത് തന്നെയാ സാറേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? പാവങ്ങളെ ചതിക്കാൻ ഇവൻ മഹാ ചതിയനാണ്. ഇവനെ പ്രതിപക്ഷം, ഞാനൊരു വാർത്ത കേട്ടതാണ്, സത്യമാണെന്ന് എനിക്കറിയത്തില്ല. ഇവൻ പ്രതിപക്ഷ നേതാവ് ആക്കരുതെന്ന് ഉമ്മൻചാണ്ടി സാറ് അങ്ങനെ കണ്ടൊരു അഭിപ്രായം പറഞ്ഞായിട്ട് എന്തോ ഒരു എയറിലൊരു മെസ്സേജ് ഉള്ള പോലൊക്കെ ഞാൻ കേട്ടിരുന്നു. സത്യം എനിക്കറിയത്തില്ല. ഇവൻ അന്ന് ചതിയനായിരുന്നു. ഇവൻ ആയ കാലം മുതലേ ചതിയനല്ലേ. ഇവന്റെയൊക്കെ കോഴിക്കഥ പുറത്തോട്ട് വന്നാണല്ലോ. ഇവനാണ് വലിയ പൂവും കോഴി എന്ന് എനിക്ക് തോന്നി, അവന്റെ നാട്ടുകാർ പറയുന്ന കഥ കേട്ടിട്ട്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെയും നമുക്ക് ഈ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ, ഒന്ന് സഹായിക്കാൻ ഇവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ചെറുപ്പക്കാരെ നിർത്തി അങ്ങനെ വേണം. ഇപ്പൊ സാറേ, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോൺഗ്രസ് ജയിച്ചു വരികയാണെങ്കിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണോ ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളിനെ വേണം മുഖ്യമന്ത്രിയാക്കാൻ. അല്ലാണ്ട് ഇവിടുത്തെ കുപ്പായം കൊണ്ടിരിക്കുന്നവനെ ഒന്നും ആക്കിയിട്ട് യാതൊരു നേട്ടവും ഇല്ല. അവർക്ക് ഇപ്പൊ രാഹുലിന് ഏറ്റവും വൻ ഭൂരിപക്ഷം, കേരളത്തിലെ MLA-മാരിൽ ഭൂരിപക്ഷത്തോട് വരുന്ന രാഹുലാണ്, അവനെ മുഖ്യമന്ത്രിയാക്കണം. ആ ഷാഫി ആണെങ്കിൽ അവനെ മുഖ്യമന്ത്രി, MP സ്ഥാനം രാജിവെപ്പിച്ച് അവനെ മുഖ്യമന്ത്രിയാക്കണം. എങ്കിലേ ഈ സ്റ്റേറ്റിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനവും ഉപകാരവും ഉണ്ടാവുകയുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.